എന്തോ പറയാനടി, എനിക്കങ്ങ് വയ്യടി, മടുത്തടി. നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരൻ വിശ്വസിക്കത്തില്ല. അമ്മ പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ. ആ നീ ആ പുറത്ത് നിൽക്കാന്ന് തോന്നിയടി, കുഴപ്പമില്ല, നീ പറഞ്ഞോ. എന്തോ ചെയ്യാനടി, എൻ്റെ വിധിയിടി, ഞാൻ ഇനിയിപ്പോൾ എല്ലാം എന്താ ചെയ്യാനാ. ആര് വിളിച്ചാലും പ്രശ്നമാണ്, ആര് ഫോൺ വന്നാലും ഭയങ്കര പ്രശ്നമാണ്. ശരി ഇടി 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 വരുന്നടി, ഞാൻ വെക്കുവാണേ. എപ്പോൾ നോക്കിയാലും നിനക്ക് ഈ ഫോൺ വിളി തന്നെ. രാവിലെ തൊട്ട് വൈകുന്നേരം ആരെയും വിളിക്കുന്നത്. അവൻ വിളിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനൊരു അറുതി വരുത്തണമല്ലോ. ഒരു വീട്ടിൽ ഒരു ജോലിയും ചെയ്യണ്ട, വൈകുന്നേരം വരെ ഫോൺ വിളി തന്നെ. അമ്മ, ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നയാ. ഞാൻ രാവിലെ തൊട്ട് എപ്പോൾ ഫോൺ വിളിക്കുന്നത്, രാവിലെ തൊട്ട് എപ്പം വിളിക്കുന്നത്. ഇവിടുത്തെ ജോലി എല്ലാം ചെയ്തിട്ടല്ലേ ഞാൻ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അമ്മയ്ക്ക് എന്താ അമ്മ ഇത്ര ഞാൻ ഫോൺ വിളിക്കുന്നതിന്? ഞാൻ കാണിച്ചു തരാം. അവൻ വിളിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്നേരം നമുക്കറിയാം. എന്തുവാ ഇങ്ങനെ ഇരുന്നാ മതിയോ? രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? എന്താ ഞാൻ ഉണ്ടാക്കാനോ? ഞാൻ നാമഞ്ചെല്ലാം വിളക്കത്തിക്കാനൊക്കെ പോവാ. അഭിനയങ്ങളുണ്ടെന്ന് ദേഷിച്ച്, ദൈവമേ, ക്യാരക്ടറിന്ന് പുറത്ത് വന്നിട്ടില്ല. ഒന്ന് ദേഷിക്കാൻ പറഞ്ഞത്, അപ്പത്തൊട്ട് ദേഷിച്ച് നിക്കുക. എനിക്ക് വയ്യ. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്കൊരു അമ്മായിയമ്മയുടെ റോള് ക്യാരക്ടർ കൊടുക്കണേ കേട്ടാ. ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഒന്ന് ദേഷിക്കുന്ന ഒരിത് ചെയ്യാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരി ജീവിച്ച് കാണിക്കുക. ഓക്കെ കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ